ഹാസ്യത്തിന്റെ പുത്തൻ മുഖം ഹരീഷ് കണാരൻ. മലയാള സിനിമയിൽ എന്നും മികച്ച ഹാസ്യ കലാകാരന്മാർ ചുവടുറപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് പാഷാണം ഷാജിക്ക് ശേഷം മറ്റൊരു ഹാസ്യ കലാകാരൻ കൂടി മലയാള സിനിമയിൽ ചുവടുറപ്പിക്കുന്നത്. ഉത്സാഹ കമ്മിറ്റി എന്ന ജയറാമിനെ നായകനാക്കി അക്കു അക്ബർ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് ഹരീഷ് കണാരൻ എന്ന ഹാസ്യതാരം മലയാള സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് ആച്ഛാദിൻ, ടു കൺട്രീസ്, ഒപ്പം തപ്തമശ്രീ തസ്കര, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, കുഞ്ഞി രാമായണം, സോൾട്ട് മാങ്കോട്രി, വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയ സിനിമകളിലൂടെ ആക്ഷൻ കോമഡിയിലൂടെയും ഡയലോഗ് കോമഡിയിലൂടെയും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരീഷ് കണാരൻ. നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ് ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുവാനും ഒരു പ്രത്യേക താളത്തിൽ ഹാസ്യം കൈകാര്യം ചെയ്യുവാനും ഹരീഷ് കണാരന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഹരീഷിന്റെ പ്രത്യേകത. മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന കോമഡി റിയാലിറ്റി ഷോയിലെ 75 വയസ്സുകാരനായ കണാരൻ എന്ന ഹാസ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഹരീഷ് എന്ന കലാകാരൻ മലയാള സിനിമയിൽ ശ്രദ്ധേയനാകുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള 75 വയസ്സുകാരനായ കണാരനായി കോമഡി ഫെസ്റ്റിവലിൽ ഹരീഷ് ജീവിക്കുകയായിരുന്നു. ഈ പ്രോഗ്രാം കണ്ടിട്ടാണ് സംവിധായകൻ അക്കു അക്ബർ ഹരീഷിനെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. സിനിമയിലേക്ക് വഴി തുറന്ന തന്റെ പ്രിയപ്പെട്ട കഥാപാത്രം കണാരനെ പിരിയാൻ ഹരീഷിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഹരീഷിന്റെ പേരിനൊപ്പം ഹരീഷ് കണാരൻ എന്ന് ചേർത്തത്. പെയിന്റിംഗ് ജോലി ചെയ്തും ഓട്ടോറിക്ഷ ഓടിച്ചും മിമിക്രി കളിച്ചും ജീവിതം തള്ളി നീക്കുന്നതിനിടയിലാണ് ഹരീഷ് മലയാള മനോരമയിലെ കോമഡി ഫെസ്റ്റിവലിൽ എത്തുന്നത്. അവിടെ നിന്നും സിനിമയിലെത്തിയ ഹരീഷ് കണാരൻ ഇപ്പോൾ തിരക്കുള്ള കലാകാരനായി, നടനായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ദിലീപ് നായകനാകുന്ന ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമയാണ് ഹരീഷ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപിനൊപ്പം അമേരിക്കയിൽ സ്റ്റേജ് ഷോയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന ഹരീഷ് കണാരന് ഒരു സിനിമയിൽ നായകനായി അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഹരീഷ് നായകവേഷം ഉപേക്ഷിക്കുകയായിരുന്നുവത്രേ. ഹരീഷ് കണാരന്റെ പുതിയ സിനിമകൾ: ദിലീപ് നായകനാകുന്ന ജോർജേട്ടൻ സ്പൂരം, അതുകഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെയുള്ള പുതിയ സിനിമ, പിന്നെ ഗോദ, ബഷീറിന്റെ പ്രേമലേഖനങ്ങൾ തുടങ്ങിയ സിനിമകളാണ് ഇനി ഹരീഷിന്റേതായി റിലീസ് ചെയ്യുവാനുള്ള സിനിമകൾ.